വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, ഇവിടെ രണ്ടുപേരുടെ അഭാവം ആദ്യം പറയാതെ വയ്യ. ഒന്ന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, മറ്റൊന്ന് ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഒരു ഭൗതിക സാന്നിധ്യമില്ലെങ്കിലും അവർ രണ്ടുപേരുമാണ് ഈ ഉത്സവം സാധ്യമാക്കുവാൻ എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകി അക്കാദമിക്കൊപ്പം നിൽക്കുന്നത്. ഒരു ഉത്സവം പൂർത്തിയാവുമ്പോൾ എത്ര ഭംഗിയായി മികവോടെ ഇത് പര്യവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അനുവാദത്തോടെ ചിലരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ തുടങ്ങട്ടെ. കിൻഫ്ര എന്ന അക്കാദമി ഓഫീസിൽ നിന്നും ഞങ്ങൾക്കൊപ്പം, നമ്മൾ തമ്മിൽ ഫെസ്റ്റിവലിൽ കണ്ടു പിരിയുന്നു, പിന്നീട് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ശ്രീമതി ലിസി വീട്ടിൽ പോയിരിക്കുകയാണെന്ന് കേൾക്കുന്നു. ശ്രീമതി ഓമന, ശ്രീ മഹേഷ് എല്ലാവരും ഓട്ടത്തിലാണ്, ഇത് അവർ പ്രതീക്ഷിച്ചതല്ല. ശ്രീ ഉണ്ണി, ശ്രീ വിജയ് മോഹൻ, എല്ലാം പറഞ്ഞു. ജോയ്, അരുൺ. പ്രോഗ്രാം വിഭാഗത്തിൽ അക്കാദമിയുടെ ശക്തി ഈ പറയുന്ന പേരുകാരാണ്. ശ്രീമതി അമൃത, ശ്രീ സജീർ മരക്കാർ, ശ്രീമതി സന്ധ്യ, ശ്രീ നിശാന്ത്, ശ്രീ ശിവകുമാർ. ഫെസ്റ്റിവൽ ബേർഡ് എന്നാണ് ഞങ്ങൾ ശിവനെ വിളിക്കാറുള്ളത്. വിമൽ കുമാർ, NP സജീഷ്, ഫെസ്റ്റിവൽ ഡിവിഷനിൽ ഞങ്ങൾക്കൊപ്പം ശ്രീ ഭരത്, ശ്രീമതി ശ്രീവിദ്യ, ശ്രീ നിധിൻ ആർ വിശ്വൻ, ശ്രീ റിജോയ്, ശ്രീ എച്ച് ഷാജി നമ്മുടെ ഫെസ്റ്റിവൽ ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയാണ്. എല്ലാത്തിനും സാമ്പത്തികം എന്നൊരു ഘടകമുണ്ടല്ലോ, അത് കൺട്രോൾ ചെയ്യുകയും പിശുക്കിയാണെങ്കിലും പണം തരുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ശ്രീ ശരത്, ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീമതി മേരി, ശ്രീ സജിത്. സെക്രട്ടേറിയറ്റ് എന്ന ഭരണ സ്ഥിരാകേന്ദ്രവുമായി അക്കാദമിയുടെ നേർബന്ധം പുലർത്തുന്ന ഞങ്ങളെ സഹായിക്കുന്ന ശ്രീ ഹരികുമാർ, ശ്രീ ശ്യാംലാൽ, നഗരത്തിലെ അക്കാദമി ഓഫീസ് നിയന്ത്രിക്കുന്ന സിറ്റി ഓഫീസിന്റെ ചാർജുള്ള ശ്രീ മനു മാധവ്, ടെക്നിക്കൽ സ്റ്റാഫിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുൺ, പ്രോഗ്രാം സ്റ്റാഫിനുള്ളത് ശ്രീ സാബു, കണ്ണൻ, ശ്രീമതി അനു, ഞങ്ങളുടെ ലൈബ്രറിയൻ ശ്രീമതി മെഡോണ, പബ്ലിക്കേഷൻ വിഭാഗത്തിൽ ശ്രീമതി ശശികല, എ അബ്ദുള്ള, ഇത്ര പേരാണ്. പിന്നെ മുകൾ തട്ടിലിരുന്ന് ഇതിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ ട്രഷറർ ശ്രീ ശ്രീലാൽ. ഇവരാണിത് സാധ്യമാക്കിയത്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന രണ്ട് പേരുകളുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ ചാലകശക്തി എന്നതിനെ വിശേഷിപ്പിക്കേണ്ട ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ അജോയ് ചന്ദ്രൻ, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാർ. തിരിച്ചു പോയിക്കോളൂ, ഇനി ജോലികൾ ബാക്കിയുണ്ട്. നന്ദി. അപ്പൊ ഇത്രയുമാണ് ഈ ആമുഖ ഭാഷണം എന്ന് പറയുന്നത്. ഇനി ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 81 രാജ്യങ്ങളിൽ നിന്നായി
175 സിനിമകളിലൂടെ വൈവിധ്യപൂർണമായ ദൃശ്യാനുഭവമാണ് IFFKയുടെ 28ാം പതിപ്പ് സമ്മാനിച്ചത്. ഈ മേള പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിച്ച ചിത്രങ്ങളുടെ മികവ് കൊണ്ടും വൻ വിജയമായി മാറ്റിയതിൽ ചലച്ചിത്ര അക്കാദമിക്ക് അഭിമാനമുണ്ട്. നിങ്ങൾക്ക് നന്ദിയുണ്ട്. ഡെലിഗേറ്റുകളും ചലച്ചിത്ര പ്രവർത്തകരായ അതിഥികളും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ 14,000 പേരുടെ സജീവമായ പങ്കാളിത്തമാണ് മേളയെ ഒരു വിസ്മയ വിജയമാക്കി തീർത്തത്. നമുക്കറിയാം, ഇത് തുടങ്ങുന്ന ദിവസം ഇവിടെ അതിഥിയായി ഇന്ത്യയിലെ പ്രഖ്യാത നടൻ ശ്രീ നാനാ പടേക്കർ മുഖ്യാതിഥിയായി വന്നു. ഈ തീരുന്ന ദിവസം നമ്മുടെ മറ്റൊരു പ്രിയങ്കരൻ ശ്രീ പ്രകാശ് രാജ്. പ്രകാശിന്റെ പഴയ സുഹൃത്താണ്. ഞാൻ IFFKയുടെ ക്ലോസിംഗ് സെറിമണിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രകാശ് തിരിച്ചു ചോദിച്ചത് ഡു യു വാണ്ട് മീ ടു കം എന്നാണ്. ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിനിടയിൽ ആരെയോ കുഴപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അവിടുന്ന് ചാടിയതാണ്. വളരെയധികം നന്ദി പ്രകാശ്, മൈ ഫ്രണ്ട്. പിന്നെ പറയേണ്ട ഒരു വലിയ പേരും അതുമായി ബന്ധപ്പെട്ട കാര്യം ഇതാണ്: ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. 2009 ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആദ്യ ജേതാവ് ബംഗാളി നവതരംഗ സിനിമയുടെ പ്രയോക്താവും ഇന്ത്യൻ രാഷ്ട്രീയ സിനിമയുടെ അമരക്കാരനുമായ മൃണാൾ സെനായിരുന്നു. ഇനിയുള്ള ആളുകളുടെ പേരുകൾ ഞാൻ മിസ്റ്റർ സനൂസിക്ക് വായിച്ചു കൊടുത്തു. അതിങ്ങനെയാണ്: ജർമ്മൻ സംവിധായകൻ വെർണർ ഹെർസോഗ്, സ്പാനിഷ് സംവിധായകൻ കാർലോസ് സൗറ, ഇറ്റാലിയൻ സംവിധായകൻ മാർക്കോ ബെല്യാക്കോ, ഇറാൻ സംവിധായകരായ ദാരിയൂഷ് മെഹർജായി, മജീദ് മജീദി, ചെക്ക് സംവിധായകൻ ജെറി മെൽസൽ, റഷ്യൻ സംവിധായകൻ അലക്സാണ്ടർ സൊക്കുറോവ്, അർജന്റീനൻ സംവിധായകൻ ഫെർണാണ്ടോ സൊലാനസ്, ഫ്രഞ്ച് സംവിധായകൻ ഗൊദാർഡ്, ഹംഗേറിയൻ സംവിധായകൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഇതിലെ വന്നു, നിങ്ങൾക്ക് ആ പേര് ഓർമ്മയുണ്ട്, അത് ബെലാത്താർ ആയിരുന്നു. 28ാമത് IFFKയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ചലച്ചിത്ര അധ്യാപകനുമായ ക്രിസ്റ്റോഫ് സനൂസിയാണ്. നമുക്ക് ലോക സിനിമയെ നിരീക്ഷിക്കുന്ന ആൾക്കറിയാം, മാസ്റ്റർ മൈൻഡ് എന്നൊരു ആപ്പുണ്ട്. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വരികയാണെങ്കിൽ ലോകത്തിലെ വിഖ്യാതരായ ചലച്ചിത്ര പ്രവർത്തകരുടെ മാസ്റ്റർ ക്ലാസ് എന്നൊരു സെഷനുണ്ട്. ഇത്തവണ ചലച്ചിത്ര അക്കാദമി അതിൽ ഭാഗമാവുകയാണ്. വരും നാളുകളിൽ നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ അതിഥികളായ അത് തുടങ്ങുന്നത് ക്രിസ്റ്റോഫ് സനൂസി. നമ്മളിന്ന് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തു. മാസ്റ്റർ ക്ലാസ്സിന് അദ്ദേഹം സഹകരിച്ചു. പെട്ടെന്നൊരു യാത്രാ പ്രോഗ്രാം മാറിയതിൻ്റെ പേരിലാണ് നമ്മുടെ ലൈഫ് ടൈം സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയ വനൂരി, അവർക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. വനൂരിയെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിഖ്യാത ചലച്ചിത്രകാരൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീ ഷാജി എൻ കരുൺ, ഇവരും അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കിനി അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്കെന്നല്ല ലോകത്തിന് കാണാവുന്നതാണ്. പറയേണ്ടുന്ന മറ്റൊരു പേര് ക്യൂബൻ സ്ഥാനപതി ഹിസ് എക്സലൻസി അലഹാൻഡ്രോ സിമാൻകാസ് മെറീൻ വിശിഷ്ടാതിഥിയായി നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിനും അകം നിറഞ്ഞ നന്ദി. ഈ വ്യക്തികളുടെ മഹനീയ സാന്നിധ്യത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുന്നത് ആർക്കാണ് പുരസ്കാരങ്ങൾ എന്നാണ്. എനിക്കതറിയാം, പറയാൻ നിർവാഹമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വലിയ കയ്യടി ഉയരുന്ന ഒരു പേരുയരും എന്നെനിക്കറിയാം. മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്കും ഈ ചടങ്ങിനും വിട്ടുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.